guys, so welcome back to Jazz Stories. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നത് ഡീൻ വില്ലേജിലുള്ള ഒരു സ്മോൾ മാൻ മെയ്ഡ് വാട്ടർഫോൾ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഡീൻ വില്ലേജിനോട് പോകുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നേ. കാരണം പോകുന്നതിന് മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡീൻ വില്ലേജിനെ കുറിച്ച് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇനി ചെറിയൊരു വാട്ടർഫോൾ പോലത്തെ സംഭവം, പിന്നെ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ, എൻ്റെ ഈ ബാക്കിൽ കാണുന്ന കുറച്ച് ബിൽഡിങ്സ് ഇല്ലേ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ കാണാൻ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് അവിടം വരെ നമ്മൾ 10-20 മിനിറ്റ് നടന്നു പോകുന്നത് കേട്ടോ. പ്രിൻസസ് സ്ട്രീറ്റിന് ഒരു 20-25 മിനിറ്റ്സ് വാക്ക് ഉണ്ട് ഇങ്ങോട്ട്. പിന്നെ ഒരേ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ എന്നെപ്പോലെ കുറേ പൊട്ടന്മാരും ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1-2 നല്ല ഫോട്ടോസ് കിട്ടി ഈ ബാക്ക്ഗ്രൗണ്ടിൽ, അത് മാത്രം ഒരു ആശ്വാസേ. പാവം ഈ കാണുന്ന പട്ടിയും അതേ എക്സ്പെക്റ്റേഷൻ വന്നാന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ വെള്ളത്തിൽ എടുത്ത് ചാടിയത്. പാവം ആ പട്ടിക്ക് പിന്നെയാ മനസ്സിലായത് അതിന് ആഴമൊന്നും ഇല്ലെന്ന്. ദേ നല്ല കൂലായിട്ട് നടന്നു വരുന്നത് കണ്ടോ. പിന്നെ വേറെ അവിടെ ഒന്നും കാണാനില്ലെന്നിട്ട് എല്ലാവരും ദേ പട്ടി കുളിക്കാൻ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ ഗൈസ്, ഡീൻ വില്ലേജിൽ 1/2 മണിക്കൂർ നടന്നപ്പം ഞാൻ ഇവിടെ പ്രിൻസസ് സ്ട്രീറ്റിൽ എത്തി കേട്ടോ. പ്രിൻസസ് സ്ട്രീറ്റിൻ്റെ അവിടെ ആയിട്ട് ഒരു പാർക്ക് ഉണ്ടേ. ആ പാർക്കിനകത്ത് കയറുമ്പം ഈ പഴയ ഒരു പള്ളി ഉണ്ട് കേട്ടോ. ആ പള്ളിക്കകത്ത് നമുക്ക് വേണേ കുറച്ച് കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാമേ. എൻ്റെ താഴെക്കൊണ്ട് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. ആ മേളിൽ കാണുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ട എഡിൻബറ കാസിൽ കേട്ടോ. പിന്നെ ഈ സൈഡിൽ വോളെല്ലാം ഇവിടെ മരിച്ച ആൾക്കാരുടെ കല്ലറയായിരുന്നേ. ആ കല്ലറയിൽ ആരൊക്കെ മരിച്ചെന്നൊക്കെ പേരുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ മരിച്ച പ്രീസ്റ്റുകളുടെ ആയിരുന്നു കേട്ടോ. പക്ഷെ അതല്ല, ഇവിടെ സാധാരണ മരിച്ച ആൾക്കാരുടെ കല്ലറയുടെ പേരുകളായിരുന്നേ. ഇത് ഇവിടുത്തെ പാർക്കിലെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണേ. നമുക്ക് 2 എൻട്രി ഉണ്ട് കേട്ടോ. ഒരു എൻട്രി ഇവിടുന്നും വേറൊരു എൻട്രി അടുത്തുനിന്നും ആയിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ ഇവിടുന്ന് ഇറങ്ങി ഈ പഴയ പള്ളിയും കല്ലറയൊക്കെ കണ്ടിട്ട് വിസിറ്റ് ചെയ്തിട്ട് വേണേ മുന്നോട്ട് പാർക്കിലോട്ട് പോവാവേ. പറഞ്ഞ പാർക്ക് കേട്ടോ. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഐസ്ക്രീം സ്പോട്ടും ഫുഡിനൊക്കെ സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാസിൽ കാണാൻ പറ്റില്ലേ. ഞാൻ മെയിനായിട്ട് പോകുന്നത് ആ കാണുന്ന സ്ഥലത്ത് ഒരു ഫോൺ എടുക്കാനാട്ടോ. വേറെ ഉദ്ദേശം എനിക്കില്ലേ, ഐസ്ക്രീം പോലും വേണ്ട, എന്നാലും ഒരു 2 ഐസ്ക്രീം കഴിച്ചേക്കാം അല്ലേ. ഇത്രയും നടന്ന് ശീലിച്ചതല്ലേ. പിന്നെ ഈ കാണുന്ന ഫൗണ്ടനും ആ കാസിന്റെ വടിയിൽ 2 ഫോട്ടോസ് എടുത്താൽ ഒരു സമാധാനം, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഫോട്ടോ എടുത്ത് മോശമല്ലേ, ആർക്കും മോശം, ആർക്കും അല്ലാട്ടോ. അതിന്റെ അവിടെ കുളിക്കുന്നു. എല്ലാവരും ഫോട്ടോ എടുത്ത് വന്നവരാട്ടോ. നടക്കാൻ ഒത്തിരി ഉണ്ടെങ്കിലും നടന്ന് തളർന്നിരിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. ഈ പാർക്കിൽ നിന്ന് ഇരുന്നാൽ മതി. ഏതെല്ലാം അവിടെയും കൂടെ തീരുന്നില്ല കേട്ടോ. അടുത്ത ഡെസ്റ്റിനേഷൻ ന്യൂ കോളേജ് ആണ്. ഹാരി പോട്ടറിന്റെ ഷൂട്ടിംഗ് ചെയ്ത ന്യൂ കോളേജ്. അവിടുന്ന് 15 മിനിറ്റ് നടന്നാലാണ് ന്യൂ കോളേജ് വരുന്നത്. ആ കാണുന്ന ബിൽഡിംഗ് ആണ് ന്യൂ കോളേജ് ബിൽഡിംഗ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ന്യൂ കോളേജ് ബിൽഡിംഗ് അതുകൊണ്ട് ആ സംഭവം നടന്നില്ല. അപ്പോൾ ഗൈസ്, ഈ കാണുന്നത് സെയിൻറ്റ് ഗൈൽസ് കത്തീഡ്രൽ ആട്ടോ. സെയിൻറ്റ് ഗൈൽസ് കത്തീഡ്രൽ 12ാം സെഞ്ച്വറിയിൽ പണിത കത്തീഡ്രൽ ആട്ടെ.
ഇത് റോയൽ മൈൽ സ്ട്രീറ്റിലാണ് കേട്ടോ ഈ കത്തീഡ്രലുള്ള. എഡിൻബറ കാസലിൻ്റെ അതേ സ്ട്രീറ്റിലാണ് കേട്ടോ ഈ കത്തീഡ്രലുള്ളത്. അപ്പോൾ നമുക്ക് കാസലിൽ ഇറങ്ങിയിട്ട് നേരെ കത്തീഡ്രലിൽ കയറാനുള്ളേ. ഇവിടെ നല്ല വുഡൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പഴമ ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏതായാലും ഈ ചർച്ചിൻ്റെ ഉള്ളിൽ സ്കൾപ്ചറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. ഈ കാണുന്നതാണ് കോയർ കേട്ടോ. ഇവിടെ നല്ല കോയർ സിംഗിങ് ഉണ്ടായിരുന്നു ഞാൻ എത്തിയപ്പോൾ. പിന്നെ ഈ കാണുന്നതാണ് ഇത് കാത്തഡ്രലിന്റെ പുറം കേട്ടോ. അങ്ങനെ വീണ്ടും ഗായ്സ് എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ്. അവിടുന്ന് 15 മിനിറ്റ്സ് നടന്ന് ഞാൻ പോകുന്നത് എൻ്റെ അടുത്ത ഫോട്ടോസ് എടുക്കാനാണ്. അത് ഞാൻ എവിടെയാണെന്ന് പറയട്ടെ. അതാണ് ഞാൻ പോകുന്നത് സ്കോട്ടിഷ് മോണ്യുമെന്റിലോട്ടോ. സ്കോട്ടിഷ് മോണ്യുമെന്റ് എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചറാണ്, ഒരു ഇങ്ങനെ ഹൈറ്റ് ഉള്ള സംഭവമാണ്. നമുക്ക് അതിനകത്ത് കയറിയിട്ട് ഫോട്ടോസ് എടുക്കാം കേട്ടോ. അതിന് പോകുന്നതിന് മുമ്പ് ഇവിടെ താഴെ ഇങ്ങനെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കാണാനാണ് സ്കോട്ടിഷ് മോണ്യുമെന്റ്. ഇതിന്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. 16 പൗണ്ടാണ് നമുക്ക് ഇതിന്റെ അകത്ത് കയറണമെങ്കിൽ ചാർജ് കേട്ടോ. ഞാൻ കയറിയില്ല, ബട്ട് നമുക്ക് ഇവിടെ പുറത്തിരുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം കേട്ടോ. സ്കോട്ടിഷ് മോണ്യുമെന്റ് 1844 പണിതാണ് കേട്ടോ. സോ ഗൈസ് ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ. സോ ഗൈസ് ഞാൻ ഇവിടെ H&M കയറി ഡ്രസ്സൊക്കെ മാറി കേട്ടോ. ഇനി ഞാൻ പോകുന്നത് ദേ ആ കാണുന്ന ഹില്ലോട്ടാണേ. അതാണ് കാൾട്ടൺ ഹിൽ കേട്ടോ. കുറേ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ട് ഹീലാണേ. അത് കണ്ട് ഇൻസ്പയർ ആണ് കേട്ടോ ഞാനും ഹില്ല് കയറാൻ പോകുന്നേ. ആ മേളിൽ കയറിയാൽ നമുക്ക് എഡൻബറ ചുറ്റും കാണാൻ പറ്റുമേ. കുറേ സ്റ്റെപ്സ് കയറാനുണ്ട് കേട്ടോ. ഈ അമ്പലത്തിലൊക്കെ കയറുന്ന പോലെയാണ് ഈ സ്റ്റെപ്സൊക്കെ. സോ ഗൈസ് അങ്ങനെ കുറേ നടയൊക്കെ കയറി എത്തി കേട്ടോ സാസമെട്ടിന്. സോ ദിസ് ഈസ് ദ ഇനി മേലെ കയറാറുണ്ട് കേട്ടോ. അവിടെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനൊരു സംഭവമുണ്ട്. കുരിശൊക്കെ ഉണ്ട് മേളിൽ. കുരിശ് തന്നെയാണെന്നറിയില്ല. ഇങ്ങനെ കുരിശ് പോലെ സാധനമുണ്ട് ഇങ്ങനെ. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് കാൾട്ടൺ ഹില്ലാട്ടോ. കുറേ ഇംഗ്ലീഷ് മൂവീസിൽ കാണിച്ചിട്ട് സ്ഥലമാണ്. ഇവിടുന്ന് സൺസെറ്റ് അടിപൊളിയെന്ന് പറയാനായിട്ട്. സൺസെറ്റിൽ നിൽക്കാൻ പറ്റുന്നില്ല ബിക്കോസ് 10 o'clock ആണ് സൺസെറ്റ് കേട്ടോ. ഒത്തിരി ലേറ്റ് ആവില്ലേ. ഇപ്പം 6:45 ഉള്ളൂ. 3 hours വെയിറ്റ് ചെയ്യണം. നല്ല കുന്ന് കയറിയാണ് നല്ലത് കേട്ടോ. കുന്ന് ചില ഒരു സ്റ്റെപ്സ് കയറണേ. അപ്പോൾ സ്റ്റെപ്സ് കയറി വന്ന് കുറേ മണിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുണ്ട് മേളിൽ പോയിട്ട് അവിടുത്തെ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ ആ കാണാനാണ് കടൽ കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നില്ല സൺസെറ്റ് കാണാൻ പറ്റുമെന്ന്. നല്ല ക്ലൗഡിയാണ് ഇന്ന്. സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ 10 മണി വരെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ബിക്കോസ് സൺസെറ്റ് കാണാനാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷേ സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് ഇവിടെ വന്നിട്ട് വ്യൂ ഒക്കെ കണ്ടിട്ട് പോവാവേ. സോ ഭയങ്കര കാറ്റാണ് മേളിൽ കയറുമ്പം. നല്ല വെതർ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ആ ചുറ്റും നമുക്ക് കുറേ ബിൽഡിങ്സും പിന്നെ നമുക്ക് കാസിലും ഇവിടുന്ന് കാണാവേ. എല്ലാം ചുറ്റും നമുക്ക് കാണാൻ പറ്റുവേ. സോ എനിക്ക് തോന്നുന്നത് കാസിലും ഇതും ഒരേ ലെവലിലുള്ള ഹിൽ ടോപ്പാണ് തോന്നുന്നു കേട്ടോ. ആ കാണുന്ന ദൂരെ കാണുന്നതാണ് കാസിൽ. നിങ്ങൾക്ക് കുറച്ചു നേരം ചുമ്മാ ഇരിക്കാൻ ഇഷ്ടമാണെങ്കിൽ വെറുതെ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാവേ. പിന്നെ സൺസെറ്റിന് നമുക്ക് നല്ലൊരു വെതറൊക്കെ ആണെങ്കിൽ നമുക്ക് സൺസെറ്റ് കിട്ടും കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ അറിയാം. ഇന്ന് സൺസെറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് നല്ല ക്ലൗഡിയാണ്, മൂടലാണ്. അപ്പോൾ നമുക്ക് സൺസെറ്റ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ നമുക്ക് നല്ലൊരു വ്യൂ ഒക്കെ ആയിട്ട് ഇവിടെ ചുമ്മാ കുറച്ച് നേരം ഇരിക്കുന്ന കുറച്ച് കാറ്റിൽ കൊണ്ട് പോവാവേ. ഞാൻ നേരത്തെ പറഞ്ഞുള്ളത് കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെപ്സ് കയറാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം കയറുക, ഓക്കെ. അല്ലെങ്കിൽ ഇവിടെ വരെ കയറിയിട്ട് കാര്യമില്ല. പിന്നെ എഡൻബറ വരുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് നടക്കാൻ പറ്റുമെങ്കിൽ മാത്രം വരിക കേട്ടോ. കാരണം നമ്മൾ കുന്നും കുഴിയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം കുറേ
കയറാനൊക്കെ ഉണ്ടേ. പിന്നെ അവസാനം നമുക്ക് നേച്ചർ ബ്ലെസ് ചെയ്ത് ഈ ബ്യൂട്ടിഫുൾ റെയിൻബോ ആണ് കേട്ടോ. എല്ലാവരും ഈ കുന്നിൻ്റെ മേളിലുള്ള റെയിൻബോ കണ്ട് ആസ്വദിക്കുമായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. കുറച്ചുകൂടി കഴിഞ്ഞപ്പം ആ റെയിൻബോ കുറച്ച് തിക്കായിരുന്നേ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കേട്ടോ. റെയിൻബോവും ഈ താഴത്തെ വ്യൂവും ദേ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു വ്യൂ ആയിരുന്നേ. അപ്പം ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണേ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ബൈ, ടേക്ക് കെയർ. അപ്പം എഡിൻബറയുടെ അടുത്ത വീഡിയോയിൽ കാണാവേ. ഓക്കെ, ടേക്ക് കെയർ, ബൈ.